ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിലെ റിപ്പോർട്ടിൽ എം ആർ അജിത് കുമാറിന്റെ വിശദീകരണം വൈകും. സ്ഥലത്തില്ല എന്ന് അജിത് കുമാർ DGPക്ക് മറുപടി നൽകിയിരിക്കുകയാണ്. തിങ്കളാഴ്ചയോടെ മടങ്ങിയെത്തും. അതിനുശേഷമായിരിക്കും മറുപടി ഉണ്ടാകുക. ഇല്ലെങ്കിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത് വീണ്ടും വൈകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, എന്തായാലും എം ആർ അജിത് കുമാറിന്റെ മറുപടിയോടുകൂടി വേണമല്ലോ സർക്കാരിലേക്ക് ഈ റിപ്പോർട്ട് നൽകാൻ. അപ്പോൾ അജിത് കുമാർ സ്ഥലത്തില്ല, വൈകുകയാണ് മറുപടിയെങ്കിൽ എന്താകും സംഭവിക്കുക? രതീഷ്, ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ എം ആർ അജിത് കുമാറിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ വ്യക്തത തേടി അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുത്തിയ ശേഷമാണ് DGP റവാഡ ചന്ദ്രശേഖരൻ എം ആർ അജിത് കുമാറിന് വിശദീകരണം തേടിയത്. ഇപ്പോൾ എം ആർ അജിത് കുമാർ DGPക്ക് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് സ്ഥലത്തില്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ വിശദീകരണം സംബന്ധിച്ച് എപ്പോൾ അത് ഫയൽ ചെയ്യാൻ കഴിയും, DGPക്ക് നൽകാൻ കഴിയും എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു മറുപടി നൽകിയിട്ടില്ല. DGPയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് തിങ്കളാഴ്ചയോടെ ഒരുപക്ഷെ അജിത് കുമാർ സ്ഥലത്തേക്ക് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തും. അപ്പോൾ മറുപടി ലഭിച്ചേക്കും, വിശദീകരണം ലഭിച്ചേക്കും എന്നുള്ളതാണ്. ഏതായാലും തിങ്കളാഴ്ച കഴിഞ്ഞ് മാത്രമേ ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിയുടെ കൈവശം എത്തൂ എന്നുള്ള കാര്യം ഉറപ്പായി. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ എം ആർ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും. പക്ഷേ ആ നടപടി സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടി ആയിരിക്കില്ല. വകുപ്പ് തല നടപടിയെടുത്ത് തൽക്കാലം തടിയൂരുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തൽക്കാലം ഇപ്പോൾ വകുപ്പുകൾ അന്വേഷണത്തിലേക്ക് പോകുന്നു. പക്ഷേ പ്രൊമോഷൻ ഉണ്ടാകില്ല. DGP പദവി എം ആർ അജിത് കുമാറിന് തൽക്കാലം ലഭിക്കില്ല. അതേസമയം